അപ്പോൾ ഇത് നമ്മളെ പുതിയ ബാച്ച് കാടക്കോഴീൻ്റെ കൂടാണ്. ഇതാ എല്ലാവരും ഏകദേശം മുട്ടയിടേണ്ട പ്രായമായിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് ഒരു മുട്ട ഇവിടെ ഇട്ടിട്ടുണ്ട്, ആദ്യമായിട്ടിടുന്നതാണ്. അപ്പോൾ ഇനി ഒന്ന് എല്ലാവരും ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു 150 പിന്നെ കാടയുള്ള കൂടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 125 മുട്ട ഏകദേശം ആവറേജ് കിട്ടുന്ന വിചാരിക്കുന്നത്. ഒരു 150 കോഴിയിൽ നിന്ന് ഒരു 125 130 മുട്ട കിട്ടുന്ന വിചാരിക്കുന്നത്. അപ്പം മഴയെല്ലാം ആയതുകൊണ്ട് നമുക്ക് പണിയെല്ലാം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്തെങ്കിലും മുട്ടയിട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഞ്ഞി കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറാക്കിയിട്ട് പരമാവധി വേഗം തന്നെ മുട്ടയിടാൻ നോക്കട്ടാ. എല്ലാവരും ഞാൻ ഇതിനകത്ത് കയറുമ്പോൾ കാലിനടുത്തെല്ലാം വന്നിട്ടുണ്ട്. നമ്മളിത് ഏകദേശം ഒരു 80 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തെല്ലാം വേറെ കൂടുണ്ട്. നമ്മളിതിപ്പം പുതിയ വെച്ച് നമ്മൾ ഏകദേശം ഒരു 80 സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 150 കോഴികളാണുള്ളത്. പിന്നെ കുറച്ച് പൂവാനുണ്ടായിരുന്നു. 175 കോഴി എടുത്തതിൽ പിന്നെ 25ഓളം പൂവനുണ്ടായിരുന്നു. പൂവനെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് ഇനിയുള്ളത് കംപ്ലീറ്റ് പടയാണ്. ഇവരെല്ലാം മുട്ടയിടേണ്ടതാണ്. ഒരു പൂവനും കൂടി അതിനകത്ത് കണിഞ്ഞിട്ടുണ്ട്. കൂവുന്നുണ്ടല്ലേ? ഇനി അയാളെയും കൂടി പിടിച്ച് മാറ്റണം. പൂവനെ നമ്മളെന്തായാലും ഈ കേജിൻ്റെ അകത്ത് ആക്കൂല, അവരെ വേറെ തന്നെ ആക്കുക ചെയ്യുക. കൂട്ടത്തിലൊരു വെള്ള നല്ല അടിപൊളിയല്ലേ. ഓ എല്ലാവരും തിരക്ക് കൂട്ടുന്നുണ്ട്. ഫുഡ് കഴിഞ്ഞിട്ടാവുള്ള ഫുഡ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു ഫുഡ് ഇട്ട് കൊടുക്കണം. അത്ര രാവിലെ ഇട്ട് കൊടുത്തത് കഴിഞ്ഞിട്ട് അതാണ് ഇപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ അടുത്തടുത്ത് വരുന്നത് വേണ്ട. എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട്. കുറേ വ്യത്യസ്തമായ കളറുകളിലും അതിനെല്ലാം കണ്ട നല്ല അടിപൊളിയല്ലേ. അതിൻ്റെ വേറൊരു കളറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോരാൾ എന്നെ പരിചയപ്പെടുത്തി എന്നിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല ഉഷാറാണ്, നല്ല ആക്റ്റീവാണ്. കാടകൃഷി വലിയ ലാഭമൊന്നും അല്ലെങ്കിലും ചെറിയൊരു വരുമാനം, വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം തരുന്ന ഒരു പരിപാടി തന്നെയാണ്. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. കാരണം ഇതിൻ്റെ വളം കോരലും വൃത്തിയാക്കലെല്ലാം ആയിട്ട് ചെറിയൊരു പണി ഉണ്ടാവും. ഇപ്പം നമ്മൾ എന്ത് പണിക്കായാലും അതിൻ്റേതായ റിസ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു റിസ്ക് ഇതിനുണ്ട്. എന്നാലും നമുക്ക് പുറത്തെവിടെയും പോകാണ്ട് വീട്ടമ്മമാർക്ക് അത്യാവശ്യം കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. അതിൽ വേറൊരു കളർ വേണ്ട, ഇത് വേറൊരു കളറാണ്. ഇതിൻ്റെ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതതിൻ്റെ വേറൊരു കളറ്, ഒരു ബ്ലാക്ക് അടിക്കുന്നൊരു കളറ്. ഇതാണ് സാധാരണ നമ്മൾ എല്ലായിടയ്ക്കും കണ്ടുവരുന്ന കാടക്കോഴി. ഈ ഒരു കാടയാണ്. വർഷങ്ങൾ പുതിയ മുട്ടയിട്ടതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഇനി ഡെയിലി ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കൂടി 1 2 3 എല്ലായിട്ട് അങ്ങനെ കൂടി ഏകദേശം ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ പിന്നെ കൂട്ടിലുള്ള മുഴുവൻ കാടകളും മുട്ടയിടും. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് നമ്മളെ മുന്നേ ഉള്ള ബാച്ചിലുള്ള കാടകളാണ്. ഇവർ ഏകദേശം മുട്ടയിട്ട് ഇതും 150 ഉള്ള ബാച്ചാണ്. അപ്പോൾ ഇത് ഏകദേശം മുട്ടയിട്ട് ഏകദേശം ഒരു 6 മാസത്തിന് കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു വർഷം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവൻ്റെ എല്ലാം ഇറച്ചി കൊടുത്തിട്ട് പുതിയ ബാച്ച് വീണ്ടും ഇറക്കുക ചെയ്യുക. ഇത് പിന്നെ 2 ആളാണ് നോക്കുന്നത്. ഒന്ന് ഞാനും ഒന്ന് എൻ്റെ ഭാര്യയും. ഭാര്യയാണ് ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അതേപോലെ മുട്ട പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഭാര്യയാണ് കൈകാര്യം ചെയ്യുക. അതേപോലെ ഇതിൻ്റെ രാവിലത്തെ ഫുഡ് കൊടുക്കലും വെള്ളം കൊടുക്കലും അതേപോലെ തന്നെ മുട്ട മാർക്കറ്റിലേക്ക് കൊണ്ടുപോക്കെല്ലാം ഞാനാണ്. അപ്പോൾ 2 ആളും കൂടി ശ്രമിച്ചിട്ട് അങ്ങനെ ചെറിയൊരു വരുമാനം അതാണ് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ലാഭമൊന്നും ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്കൊരു കഞ്ഞി കുടിച്ച് പോകേണ്ട ഒരു വകയെല്ലാം നമുക്ക് എന്തായാലും ഈ കാടകൾ തരും. ഇവരങ്ങനെ ചതിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. കാരണം നമ്മളെന്തായാലും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വരുമാനം ഇവരെന്തായാലും തരും. തീറ്റ കൊടുക്കൽ മാത്രമല്ല, അവരെ നല്ല വൃത്തിയായിട്ട് നോക്കുകയും വേണം, ഇവരെ പരിചരിക്കുകയും വേണം. എന്തായാലും ഒരു ദിവസം കുറച്ച് സമയം, ഒരു ചുരുങ്ങിയ സമയം ഇവരുടെ കൂടെ ഇവരെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാനും വൃത്തിയായിട്ട് വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവർ വൃത്തിയായിട്ട് മുട്ടയിടും. അപ്പോൾ ഇന്നത്തെ കാടക്കോഴീൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്.